السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. അൽഹംദുലില്ലാ. അപ്പം നമ്മളുടെ വീക്ക് 5 എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അള്ളാഹുവിൻ്റെ ദുആ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? റബ്ബി സിദ്നി ഇൽമ. അതേപോലെ തന്നെ എല്ലാവരും ഇൻറ്റൻഷൻസ് ഒക്കെ ക്ലിയർ ആക്കുക. അള്ളാഹുവിൻ്റെ അടുത്ത് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിൽ വെക്കുക. നല്ല മുസ്ലിമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ നിയത്ത് വെക്കുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സൂറ അൽ ഫാത്തിഹ ആയിട്ട് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അൽഹംദുലില്ലാ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്ക് പോവാണ്. ഓർമ്മ ഉണ്ടായതാണ് ഫസ്റ്റ് ടോപ്പിക് ഖുർആൻ തജ്വീദ്. ഖുർആൻ തജ്വീദ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പറയുക, മഖ്റജൊക്കെ പഠിച്ചു അല്ലേ, എന്താണ് മഖ്റജ് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് തജ്വീദ് പഠിക്കുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ കാണുന്നൊരു ഇമേജ്. അപ്പോൾ ഇത് എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് ആണ് ഈ ആരോ കാണിക്കുന്നത്. റെഡ് നമ്മുടെ ടങ്കാണ്, ഇവിടെ നമ്മുടെ ലിപ്സ്, നോസ് ആൻഡ് ഇവിടെ ത്രോട്ട്. അങ്ങനെ 5 മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. 5 മെയിൻ മഖാരിജുകൾ അല്ലെങ്കിൽ 5 മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് ഉണ്ട്. അതാണ് ഈ 5 പിക്ചേഴ്സ്. എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത്, ദ ത്രോട്ട്, ദ നോസ്, ടങ് ആൻഡ് ലിപ്സ്. ഇതാണ് നമ്മളുടെ 5 മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ആ 5 മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് എന്ന് വരുന്ന ലെറ്റേഴ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിപ്പോൾ തന്നെ എല്ലാതും കൂടെ പഠിക്കണം. നമ്മൾ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോകും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്റജ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വേർ ദ സൗണ്ട് ഓഫ് ദ ലെറ്റർ കംസ് ഔട്ട് അല്ലേ. ലെറ്റർ പുറത്തേക്ക് വരുന്ന പ്ലേസിനാണ് നമ്മൾ മഖ്റജ് പറയാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന മഖ്റജ്, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാണ്ട്, ഹൗ ടു നോ ദ മഖ്റജ് ഓഫ് എ ലെറ്റർ. എങ്ങനെ, ഇപ്പോൾ നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും നമ്മൾ ഒരു ലെറ്റർ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ എന്താണ് ലിപ്സ് എന്നാണ് അല്ലെങ്കിൽ ത്രോട്ട് എന്നാണ് അല്ലെങ്കിൽ ടങ്ക് എന്നാണ് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് പഠിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഹൗ ടു നോ ദ ലെറ്റർ, എവിടെ നിന്നാണ് ആ ലെറ്റർ വരുന്നത് നമുക്ക് പഠിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് ആ 5 പ്ലേസ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏത് ലെറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അ എന്ന് പറയാം. എന്താണ്? അ എന്ന് പറയാം. ഓക്കെ, നമ്മൾ എക്സാമ്പിളായിട്ട് മീം എന്നുള്ള ലെറ്ററാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം എന്ന് പറയാം. ആ പ്ലസ് എന്ന് പറയാം. അപ്പോൾ എവിടെയാണ് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്? നമ്മൾ ചുണ്ടിലാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചുണ്ടിൻ്റെ അവിടെ നിന്നാണ് ഈ ലെറ്റർ മ എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ മ മീ മു എന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് ആ ലെറ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനി വേറെ ഏത് ലെറ്റർ എടുത്താലും നമ്മളിനി എന്താ പറയുക, ത എടുത്താലും അത്ത് എന്ന് പറയുമ്പം എവിടെ പോയി സ്റ്റോപ്പ് ചെയ്യുന്നത്? അത്ത്. അതേപോലെ ത, തി, തു എന്ന് പറയുമ്പം എവിടെ നിന്നാണ് ആ ലെറ്റർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാ ലെറ്റേഴ്സ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ തജ്വീദിൽ ഇങ്ങനെ 5 മെയിൻ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നും എന്താ പറയുക, അത്
തജ്വീദൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയെടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ഏറ്റവും ഫസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ എംപ്റ്റി സ്പേസ് ഓഫ് മൗത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് എല്ലാവർക്കും അറിയാം അല്ലേ? എവിടെയാണ് നമ്മൾ ആ എന്ന് പറയുമ്പോൾ കാണുന്ന ആ ഓപ്പൺ ഏരിയ ആണിത് എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് റൂം എംപ്റ്റി സ്പേസ് ഓഫ് മൗത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. ലെറ്റർ ഹൗസിൽ ഫസ്റ്റ് റൂം എംപ്റ്റി സ്പേസ് ഓഫ് മൗത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ എംപ്റ്റി സ്പേസ് ഓഫ് മൗത്തിന് അറബിയിൽ പറയാം? അറിയോ ആർക്കെങ്കിലും? എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. അൽ ജൗഫ്. എന്താ പറയാ? അൽ ജൗഫ് ആണ് എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് നമ്മൾ അറബിയിൽ പറയാം. ഇനി എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സിന് എന്താ പറയാന്നറിയോ? മദ് ലെറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ വവ്വൽ ലെറ്റേഴ്സ്. ഓക്കെ, വവ്വൽ ലെറ്റേഴ്സിന്റെ അറബിക്കാണ് മദ് ലെറ്റേഴ്സ്. ഓക്കെ, മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെച്ച് ചെയ്യാന്നാണ്, വലിക്കുകയാണെന്നാണ് പറയാം. മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഊ ഈ എന്ന് പറയില്ലേ, അതിനാണിത് മദ് ലെറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മദ് ലെറ്റേഴ്സ്? നമ്മൾ ഈ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വായ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പറയും, വായ ക്ലോസ് ചെയ്യുമ്പോൾ ഓ പറയും അല്ലേ, റൗണ്ട് ആക്കി വെക്കുമ്പോൾ. ആൻഡ് നമ്മൾ ഈ എന്ന് പറയും. ഇത് മൂന്നാണ് എന്ത്? എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് അൽ ജൗഫ് എന്ന് വരുന്ന ലെറ്റേഴ്സ്. ഓക്കെ, ഇത് ലെറ്റേഴ്സ് അല്ല, സൗണ്ടാണ്. നമ്മൾക്ക് അലിഫ് വാവ് യാ എന്ന് പറയാൻ പറ്റില്ല, ആ ഊ ഈ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ അലിഫ് മദ്, വാവ് മദ്, യാ മദ് എന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഊ ഈ അല്ലെങ്കിൽ അലിഫ് മദ്, വാവ് മദ്, യാ മദ്. മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്, ഊ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്, ഈ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതാ ലെറ്റേഴ്സ് എന്ന് പറയുമ്പം അലിഫ് വാവ് യാ എന്നല്ല പറയേണ്ടത്. എന്താ പറയണ്ടേ? അലിഫ് മദ്, വാവ് മദ് ആൻഡ് യാ മദ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഖുറാനിൽ ഇങ്ങനെയൊക്കെ എഴുതി കാണും, ആ ഊ ഈ എന്നൊക്കെ കാണും. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഇത് റീഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ പറയാം, റൈറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് എന്ന ലെറ്റേഴ്സ് ഏതാണ്? വവ്വൽ ലെറ്റേഴ്സ് അല്ലേ? അലിഫ് മദ്, വാവ് മദ് ആൻഡ് യാ മദ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എക്സാമ്പിൾ എടുക്കാം. ഇത് എന്താണ്? ബ അല്ലേ? ബ നമ്മളെങ്ങനെ ലോങ് ആക്കാം? ബ, അലിഫ് മദ് കൊടുത്തു, ബ. ഇനി ഇത് ബു, ബുക്ക് നമ്മൾ വാവ് മദ് കൊടുത്തു, അപ്പം എങ്ങനെ ലോങ് ആക്കുക? ബൂ. ആൻഡ് ബി എടുത്തു, ബിക്ക് നമ്മൾ യാ മദ് കൊടുത്തു, കെസർ കൊടുത്തിട്ട് ബി. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ 2 സെക്കൻഡ്സ് ബ, ബൂ, ബി എല്ലായിടത്തും നമ്മൾ 2 സെക്കൻഡ്സ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിക്കാൻ പോവാണ് ഈ കൂട്ടത്തിൽ തന്നെ. അതായത് നമ്മൾ ഖുർആനിൽ ചിലപ്പം ഇങ്ങനെ കുഞ്ഞു എന്താ പറയുക, അലിഫ് പോലത്തെ ഒരു സാധനം കാണും അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ യാൻ്റെ ഹെഡ്, ഇത് യാൻ്റെ ഹെഡാണ്. നമ്മൾ യാന്ന് എഴുതുമ്പോൾ അതിൻ്റെ തലഭാഗമാണിത്. അപ്പം ഇങ്ങനെ കാണും. അതേപോലെ സ്മോൾ വാവ് നമ്മൾ കാണും. ഇതിനെന്താ പറയാന്ന് ആർക്കെങ്കിലും അറിയാം? ഇതിനാണ് നമ്മൾ പറയുക അലിഫ് സഗീറ, സ്മോൾ അലിഫ്, യാ സഗീറ, സ്മോൾ യാ, വാവ് സഗീറ, സ്മോൾ വാവ്. ഓക്കെ, നമ്മൾ ഹാദ എന്ന് എഴുതുമ്പോൾ കാണാറുണ്ട്, റഹ്മാൻ എന്നൊക്കെ എഴുതുമ്പോൾ ഈ കുഞ്ഞ് അലിഫ നമ്മൾ കാണാം. ഓക്കെ, അപ്പം ഇത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ അലിഫിൻ്റെ റൂളും. ഇവിടെ നമ്മൾ എന്താ പറയുക? ബാ, യാ, റോ, മാ, ലാ, വാ, നാ, അങ്ങനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ എന്ന് 2 സെക്കൻഡ്സ് കൊടുക്കണം. ഈ അലിഫ് സഗീറ കണ്ടാലും അലിഫ് കബീറ, ബിഗ് അലിഫ് ആണെങ്കിലും സ്മോൾ അലിഫ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 സെക്കൻഡ്സ് തന്നെ ആ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി ഈക്കോ തന്നെ ഈ. ഓക്കെ, നമ്മളില്ലേ ഈ ലാഫി ഖുറൈഷ് കേട്ടിട്ടില്ലേ? അപ്പം ഈ എന്നാണ് ഇവിടെ. ഇതോ ഹീ, 2 സെക്കൻഡ്സ്. ഇനി ഇത് വാവ് സഗീറാണ്, അപ്പം നമ്മൾ എന്താ പറയുക? വൂ. ഇതോ ഹൂ, ഇതോ ഊ. ഗോട്ട് ഇറ്റ്? ഇതാണ് മദ് ലെറ്റേഴ്സിൻ്റെ വേറൊന്ന് കേട്ടോ. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് മദ് ലെറ്റേഴ്സ് ഖുറാനിൽ കാണാൻ പറ്റും. എങ്ങനെയായാലും നമ്മൾ 2 സെക്കൻഡ്സ് എന്താണ്
സ്ട്രെച്ച് ചെയ്യണം അല്ലേ, മദ് കൊടുക്കണം. 2 seconds നമ്മൾ ആ ഈ ഊ എന്ന് കൊടുക്കണം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് ഇതിൽ എക്സാമ്പിൾ നോക്കാം. സി, ഇതെന്താണ്? ലാ എന്ന് വായിക്കുക. ഇലാഹിന്നാസ് എന്ന് പറയും അല്ലേ. ഇനി ഒരു കുഞ്ഞു ഊ കാണുന്നുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ റിസൈറ്റ് ചെയ്യാം. വംറഅതുഹു ഹമ്മലതൽ ഹഖബ്. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈലാഫിഹിം. ഗോട്ട് ഇറ്റ്? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഖുർആനിൽ അലിഫ് മദ് സഗീറ അല്ലെ, അല്ലെങ്കിൽ വാവ് സഗീറ, യാ സഗീറ വരാം. ഓക്കെ, എങ്ങനെയായാലും 2 seconds നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്ട്രെച്ച് ചെയ്യണം. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് പോവാണ് കേട്ടോ. എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ അല്ലേ, നമ്മളുടെ ഈ ഏരിയക്കാണ് എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? മദ് ലെറ്റേഴ്സ് ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അൽ ജൗഫിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് എന്താണ്? മദ് അക്ഷരങ്ങളാണ് എന്ന് പറയണം. ഇനി അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ ലെറ്റേഴ്സ് വരുന്ന ഈ ആ ഓ ഈ എന്നുള്ള സൗണ്ട് വരുന്നത് ഇത്രയും ഏരിയ എന്നാണ്. ചിലതിൽ പറയുന്നുണ്ട് ഗ്രീൻ ഏരിയ മാത്രമാണെന്ന് പറയുന്നുണ്ട്, ചിലതെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്നും കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതൊക്കെ ജസ്റ്റ് സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ പറയാനാണ്. യാ എന്ന് പറയുമ്പം നമ്മൾ ആ ഈ സോറി ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ടങ്ക് ഇങ്ങനെ കുറച്ച് മോൾ പോകും അല്ലേ, ഈ. ഇനി ഊ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിങ്ങനെ ഒരു റൗണ്ടായിട്ട് ഊ എന്ന് വരും. ആ എന്ന് പറയുമ്പോഴോ നമ്മുടെ വായ കുറച്ച് ഓപ്പൺ ആയിട്ടായിരിക്കും നിൽക്കുക. അതാണ് ഈ പിക്ചേഴ്സ് വരുന്നത് കേട്ടോ. ഇത് അലിഫിൻ്റെതാണ്, അലിഫ് മദ് ആ. ഇത് വാ മദ് ഊ. ഇത് യാ മദ് ഈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഹൗസിലെ ഫസ്റ്റ് റൂം പറഞ്ഞു. ഏതാണ് ഫസ്റ്റ് റൂം? അൽ ജൗഫ് അല്ലേ, എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത്. എംപ്റ്റി സ്പേസ് ഓഫ് മൗത്ത് നിന്ന് എന്ത് ലെറ്റേഴ്സാണ് വരുന്നത്? മദ് ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. മദ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ആ ഊ ഈ, അല്ലെങ്കിലോ അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾസ് പോവുകയാണ്. ഇവിടെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് എന്താണ്? ഈസിയാണ്. ഇവിടെ ഏതൊക്കെയാണ് അലിഫ് മദ്? മാ അല്ലേ, സെക്കൻഡ് വണ്ണിൽ വ. ഇതിലേതാണ് അലിഫ് സഗീറ വന്നിട്ടുള്ളത്? ഹ അല്ലേ, സുബ്ഹാനക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അലിഫ് മദ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അലിഫ് മദ് എന്ന് പറഞ്ഞാൽ സ്മോൾ സഗീറായിട്ടുള്ള അലിഫ് ഉണ്ടാകും, ബിഗ് ആയിട്ടുള്ളത് ഉണ്ടാകും. രണ്ടോടത്ത് നമ്മൾ 2 seconds ആണ്. വമാ അദാബുൻ സുബ്ഹാനക്. ഓക്കെ, ഇനി നമ്മൾ വാവ് മദ്ദിലേക്ക് പോവാണ്. ഓക്കെ, ഇതിലേതൊക്കെയാണ് വാവ് മദ്? തുഫ്സിദൂ, യഅ്മഹൂന, ബിനൂരിഹിം. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന എക്സാമ്പിളാണ് അല്ലേ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് യാമത്തിലേക്ക് പോവാണ്. ഏതാണ്? ഫീ, മുഹീത്ത്. ഓക്കെ, ആൻഡ് കസീറൻ. ഈസി അല്ല എല്ലാവർക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അലിഫ് മദ്, വാവ് മദ് ആൻഡ് യാ മദ് എക്സാമ്പിൾസ്. ഓക്കെ, ഫൈനലി നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. ഇതിലേതൊക്കെയാണ് മദ്ദങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഒരു വേർഡിൽ? നൂ, ഹി, ഹാ. സത്യം പറഞ്ഞാൽ എല്ലാ മദ്ദുണ്ട്. വാ മദ്ദുണ്ട്, യാ മദ്ദുണ്ട് ആൻഡ് ഹാ. നൂ, ഹി, ഹാ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ അലിഫ് മദ്, വാ മദ്, യാ മദ് യൂസ് ചെയ്യുക. ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് കുഞ്ഞൊരു എക്സാമ്പിളും കൂടെ തരാണ്. ഇത് നിങ്ങൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതിലേതൊക്കെയാണ് ലോങ് വവൽസ് ഉള്ളത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ലോങ് വവൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ഉ ഇ മദ് ലെറ്റേഴ്സിനാണ് നമ്മൾ ലോങ് വവൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഖുർആൻ തജ്വീദിൽ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? മദ് ലെറ്റേഴ്സ് അൽ ജൗഫ് എന്ന് വരുന്ന മദ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ആ ഉ ഇ. പിന്നെ നമ്മൾ അലിഫ് സഗീറ, വാവ് സഗീറ, യാ സഗീറ വന്നു. ഇത് രണ്ട് വന്നാൽ നമ്മൾ എന്താണ് 2 seconds സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ,
ഗോട്ട് ഇറ്റ്? അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ഈ ഹോംവർക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.